നമ്മുടെ കഴിഞ്ഞ ദിവസം ഡൈക്കോട്ട് എംബ്രിയോ മോണോകോട്ട് എംബ്രിയോ അല്ലെ അതൊക്കെയാണ് കറക്റ്റായിട്ട് പഠിച്ചത്. അതിന് മുമ്പ് എൻഡോസ്പോം ഡെവലപ്മെന്റ് പഠിച്ചത്. നമുക്ക് സീഡ് എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് കിടക്കാം. അപ്പൊ അതിന് മുമ്പ് നമ്മൾ സീഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പഠിച്ചിരുന്നു. ആരാണ് സീഡായി മാറുന്നത്? ഓവിഡ് ബിക്കം സീഡ് ആൻഡ് ഓവറി ബിക്കം ഫ്രൂട്ട്. അങ്ങനെ പഠിച്ചു നിർത്തിയത്. ഓക്കെ, സീഡിനെ കുറിച്ച് പഠിക്കാം. സീഡ് എന്താണ്? എന്തിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് സീഡ് ഉണ്ടാകുന്നത്? സീഡ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പോം അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രോഡക്റ്റ് ആണ്. ജിംനോസ്പോമിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രോഡക്റ്റ് ആണ്. പക്ഷേ ടിറിഡോഫൈറ്റിലും റയോഫൈറ്റിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രോഡക്റ്റ് സീഡ് അല്ല. അപ്പൊ എനിക്ക് ചോദിച്ചാൽ എന്താണ്? വാട്ട് ഇസ് ദ സീഡ്? സീഡ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് കണ്ടെയ്ൻസ് എംബ്രിയോ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് പ്ലാന്റ് അല്ലെ. അത്ര പറയുന്നത്. അപ്പം സീഡ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് എംബ്രിയോ ആൻഡ് സിൽക്കോട്ട്. സാധാരണ പറയുകയാണ്, ചില സീഡിനകത്ത് എംബ്രിയോയും സിൽക്കോട്ടും കൂടാതെ വേറെ ടിഷ്യൂ കൂടെ കാണും. എന്താണ്? എൻഡോസ്പോം. അപ്പോൾ സീഡ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. It contains an embryo. Embryo will develop into new generation or new plant. Okay. Embryo കേട്ടുന്ന ഭാഗങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ embryo contain cotyledon, maybe 1 or 2. 1 in monocot, 2 in dicot. Also a plumule and a radicle. ശരിയല്ലേ? പ്ലിമ്യൂളും റാഡിക്കലും അടങ്ങിയ ആക്സിസ് എന്ന് വിളിക്കുന്നത് പറഞ്ഞത് എംബ്രിയോണൽ ആക്സിസ്. മറ്റൊരു പേരാണ് ടൈറ്റല്ല. എല്ലാം ഓർത്തോ. ഇനി ഒരു സീഡ് ടിപ്പിക്കൽ സീഡ് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോ ഒരു പയർ എപ്പോഴും പറയുന്നതാണ്. ഇത് പയർ, ഇത് ഫ്രൂട്ടാണ്. അത് സീഡ്സ് ആണ്. അത് സീഡ് ഞാൻ പുറത്തേക്ക് എടുത്താണ്. ദിസ് ഈസ് എ സീഡ്. സീഡ് ഒന്ന് നോക്കി കഴിയുമ്പോൾ ഒരു വര കാണാം അല്ലേ. ഈ വര എന്താണെന്ന് അറിയാമോ? ആക്ച്വലി ഈ വര എന്ന് പറയുന്നത് ഹൈലമാണ്. ഹൈലം ഇത് വല്ലാത്ത അറിയാം. പയർ എന്നതിന്റെ പരിചയമുണ്ടോ? വരെ ഇതെന്താണ്? ഹൈലം. കാരണം നിങ്ങൾക്കറിയാം, ഓവിയുള് ഓവറിയുടെ ഭിത്തി ഒട്ടിയിരിക്കുന്നത്, ഇത് ഓവറി ആണെങ്കിൽ ഓവറിയുടെ ഭിത്തി ഈ ഓവിയുള് വന്ന് ഒട്ടിയിരിക്കുന്നത് ഒരു മാസ് ഓഫ് ടിഷ്യൂ ഉപയോഗിച്ചാണ്. ഓവിയുള് സീഡായി മാറുമ്പോഴേക്കും ഇവിടെ കൊണ്ടാണ് ഇളകി മാറുന്നത്. ഈ ഭാഗത്ത് കൊണ്ടാണ് ഇളകി മാറുന്നത്. ഈ ഭാഗം എന്താണ്? ദാറ്റ് ഈസ് എ റീജിയൻ വെയർ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്തത് ഓവിയുൾ. ആ ഭാഗത്തോട് കൂടിയാണ് ഇളകിയായിട്ട് സീഡായി മാറുന്നത്. ഇതെന്താണ്? സോ അവിടെ ഒരു ഓപ്പണിംഗ് കാണുമല്ലോ. ആ ഓപ്പണിംഗ് ഇതിന്റെ ഒരു വശത്ത് കാണും. ആ ഓപ്പണിംഗ് എന്തായിരിക്കും? ദാറ്റ് ഈസ് മൈക്രോപൈൽ. ഒരു സീഡിനകത്ത് ഒരു സ്കാർ അല്ലെ, വി ക്യാൻ സേ ഇറ്റ്സ് എ സ്കാർ. ഒരു മുറിവ്, ഒരു പള്ളക്ക് ഒരു പാട് പോലെ അങ്ങനെ കാണുന്നത്, അത് ഹൈലമാണ്, റെപ്രസെന്റിംഗ് ഹൈലം. ആൻഡ് there will be an opening. That will be the opening in the ovule. What was opening in the ovule? That was micropyle. അത് ഇവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? സോ ഒരു സീഡ് എക്സ്റ്റെൻഡ് നോക്കി എങ്ങനെ ഇനി നമ്മളിത് കീറുകയെന്ന് വെച്ചോളൂ. കീറുകയാണെങ്കിൽ പയറാണ്. ഇതിനകത്ത് എൻഡോസ്പോം ഇല്ല, അത് ആൽബുമിൻ ഇല്ല. അതിനകത്ത് എംബ്രിയോ, റാഡിക്കലും പ്ലിമ്യൂളും ഉള്ള എംബ്രിയോ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇത് സീഡ് കോട്ട്. ഇത് സീഡ് കോട്ടാണ്. സീഡ് രണ്ടിലാണ്. ആ പുറമുള്ളതിനെ നമ്മൾ ടെസ്റ്റ എന്ന് വിളിക്കും. ഉള്ളിലുള്ളതിനെ ടെക്മെൻ എന്ന് വിളിക്കും. രണ്ടുകൂടെ വിളിക്കുന്ന പേരാണ് സീഡ് കോട്ട്. സോ സീഡ് കോട്ട് കണ്ടെയ്ൻ 2 ലെയർ. ഏതൊക്കെയാണ്? ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെക്മെൻ. Okay, so seed coat has 2 layers. Outer layer is called testa and inner one is called tegmen. Then there is embryo. Embryo എന്നാ നമ്മൾ നേരത്തെ പഠിച്ചു. എംബ്രിയോയ്ക്ക് റാഡിക്കൽ പ്ലിമ്യൂള് കോട്ടയുടെ കൊണ്ടുവന്ന് പഠിച്ചു. ഇനി ആരാണ് ഇതിനായി മാറുന്നത്? നമ്മൾ ആ ഓവിഡ് ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് ഓവ്യൂൾ. ഓവിഡിന് 2 ഇന്റഗ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഔട്ടർ ഇന്റഗ്മെന്റും ഇന്നർ ഇന്റഗ്മെന്റും. ശരിയല്ലേ? അതിനകത്ത് ന്യൂസിലസ് എംബ്രിയോസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഹൂ ബിക്കം ഹൂം? അതാ ഔട്ടർ ഇന്റഗ്മെന്റ് ബിക്കം ടെസ്റ്റ, ഇന്നർ ഇന്റഗ്മെന്റ് ബിക്കം ടെഗ്മെൻ. കണ്ടു? ഔട്ടർ ഇന്റഗ്മെന്റ് ബിക്കം ടെസ്റ്റ, ഇന്നർ ഇന്റഗ്മെന്റ് ബിക്കം ടെഗ്മെൻ. And this micropyle is opening. അതാണ് ഈ മൈക്രോപൈൽ ആകുന്നത്, ഓപ്പണിംഗ് ആവുന്നത്. ശരിയല്ലേ?
അതിനകത്ത് വരയ്ക്കുക വളർന്ന് വരയ്ക്കുന്നില്ല. സോ who become who? The outer integument will become testa and inner integument will become tegment, and both integuments commonly become sigmoid. Sigmoid എത്രയാണ്? inner ഉം outer. Outer is called testa, inner is called tegment. So oval becomes seed. ശരിയല്ലേ? That's all. Oval seed ആവുന്നു, inner integument outer integument sigmoid ആവുന്നു, outer integument become testa, inner integument tegment. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ഇനി ഒരു സീഡിന് എന്തൊക്കെ ഉണ്ട് എന്ന ചോദ്യം വരുവാണെങ്കിൽ ഞാൻ വരച്ചു കഴിഞ്ഞു. ഒരു സീഡിന് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ വായിക്കുകയാണ്. ഇതൊക്കെ വരച്ചെടുത്തോളം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേരൻസ് തന്നെ വരച്ചുള്ളതാണ്. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ നോട്ട് തയ്യാറാക്കണം. നോട്ട് നിങ്ങൾ തയ്യാറാക്കണം. ഓരോ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഓരോ ചാപ്റ്റർ അവസാനിക്കുമ്പോഴും ഒരു നോട്ട് ഞാൻ തരാം. അത് അവസാനിക്കുമ്പോഴേ തരും. അതുവരെ നിങ്ങൾ തന്നെ നോട്ട് തയ്യാറായി പഠിക്കണം. എല്ലാം കഴിഞ്ഞ ശേഷം ഒരു നോട്ട് ഞാൻ തരാം. ഇപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് തീരും, ഒരു നോട്ട് ഞാൻ തരും. കഴിഞ്ഞ ചാപ്റ്റർ നോട്ട് തരാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ നോട്ടൊന്ന് വായിച്ചോളൂ. എല്ലാ പോയിന്റുകളും വന്നിട്ടുണ്ടോ? ഓക്കെ. അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു. അപ്പൊ ഞാൻ വായിക്കാണ് വായിച്ചു. ഞാൻ എഴുതുന്നു. സീഡിനകത്ത് എന്തല്ലേ? സീഡ് ഈസ് സീഡ് കോട്ട് പ്ലസ് എംബ്രിയോ. ശരിയല്ലേ? എഴുതിക്കൂടെ? എഴുതാം. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സീഡ് കോട്ട് പ്ലസ് കോട്ടിലിഡൻ പ്ലസ് എംബ്രിയോണൽ ആക്സസ്. അങ്ങനെ എഴുതിക്കൂടെ? എഴുതാം. വേണമെങ്കിൽ സീഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെസ്റ്റ പ്ലസ് ടെഗ്മെന്റ് പ്ലസ് കോട്ടിലിഡൻ പ്ലസ് റാഡിക്കൽ പ്ലസ് ബീബ്യൂൾ. അങ്ങനെ എഴുതിക്കൂടെ? സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കൊണ്ടുപോകും അല്ലെ? എനിവേ ഇത്രയും കാര്യം. സീഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിക്കോട്ട ആൻഡ് എംബ്രിയോ, then സിക്കോട്ട് ഓർ കോട്ടിലിഡൻ പ്ലസ് എംബ്രിയോ, then ടെസ്റ്റ ഓർ ടെഗ്മെന്റ് പ്ലസ് കോട്ടിലിഡൻ റാഡിക്കൽ ആൻഡ് ബീബ്യൂൾ. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തു. ഇതൊക്കെ എന്താണ്? സീഡിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ആണ്. ഇതൊക്കെ പഠിച്ചത് സീഡ് എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. യു ഗെറ്റ് മാർക്ക്. ഓക്കെ. അടുത്ത പോയിന്റ്, സീഡ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. എൻഡോസ്പോമസ് സീഡും നോൺ എൻഡോസ്പോമസ് സീഡും നേരത്തെ പഠിച്ചാണ്. എൻഡോസ്പോമിനെ നമ്മൾ മറ്റു പേര് വിളിക്കും ആൽബുമിൻ എന്ന് വിളിക്കും. അപ്പൊ ആൽബുമിൻ ഉണ്ടെങ്കിൽ ആൽബുമിന സീഡ്, ഇല്ലെങ്കിൽ നോൺ ആൽബുമിന സീഡ്. പണ്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ നോൺ ആൽബുമിന സീഡിനെ എക്സ് ആൽബുമിന സീഡ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. എന്റെ എക്സാമ്പിൾസ് ഒക്കെ അന്ന് പറഞ്ഞതാണ്. പയറ്, കടല, അതുപോലെ കപ്പലണ്ടി, ഇതൊക്കെ അല്ലെങ്കിൽ കശുവണ്ടി, ഇതെല്ലാം തന്നെ നോൺ എൻഡോസ്പോമസ് സീഡാണ്. എന്നാൽ വീറ്റ്, അതുപോലെ റൈസ്, മെയ്സ്, കാസ്റ്റർ, അതുപോലെ സൺഫ്ലവർ, ഇതെല്ലാം തന്നെ എൻഡോസ്പോമസ് സീഡാണ്. തേങ്ങ, അതിനകത്തൊക്കെ എന്തുണ്ട്? എൻഡോസ്പോമസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു ഞാൻ പറയാം. ഇനി പുസ്തകം പറഞ്ഞ മറ്റൊരു കാര്യമാണ് പെരിസ്പോം. അത് കഴിഞ്ഞ ദിവസം വളരെ വിശദം പറഞ്ഞാണ്. പിന്നെ പെപ്പറിനകത്തും ബീറ്റിനകത്തും ഒക്കെ സീഡിനകത്ത് ഒരു ഡിപ്ലോയിഡ് ടിഷ്യൂ കാണും. ആ ടിഷ്യൂ എന്ന് പറയുന്നത് എന്തല്ല, എൻഡോസ്പോം അല്ല. അതൊരു ഡിപ്ലോയിഡ് ടിഷ്യൂ ആയതുകൊണ്ട് അതെന്തായിരിക്കും? റെമിനൻസ് ഓഫ് ന്യൂസിലസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പോം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം പരീക്ഷയ്ക്ക് വിളിക്കുന്നതാണ്. ഇനി സീഡിനകത്ത് ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഇനി ഒരു സീഡ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ സീഡ് നിങ്ങൾ സീഡ് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ചോദ്യം, സീഡ് ചത്തിരിക്കുകയാണ്. അടുക്കളയിലെ വീട്ടിലെ ചെറുപയർ ഡെപ്പിക്കാതിരിക്കുകയാണ്. ചത്തിരിക്കുവാണോ? സംശയം അല്ലെ? ചത്തിരിക്കും അല്ലെങ്കിൽ കിളിച്ചു വരണ്ടേ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മണ്ണിലിട്ട് കിളിക്കുകയും ചെയ്യും. ആക്ച്വലി സീഡ് എന്ന് പറയുന്നത് ഒരു ഡോർമൻസിയിൽ ഇരിക്കുന്ന പ്ലാന്റ് പാർട്ടാണ്. ഇറ്റ് റിമെയിൻസ് ഇൻ ആൻ ഇനാക്റ്റീവ് സ്റ്റേജ് ബട്ട് ഇറ്റ് ഈസ് അലൈവ്. പക്ഷെ ജീവനുണ്ട്, ബട്ട് ഇൻ ആൻ ഇനാക്റ്റീവ് സ്റ്റേജ്. നിങ്ങൾ ഉറങ്ങുന്ന പോലെ അവസ്ഥയിലാണ്, ഉറക്കത്തിലാണ്, നീണ്ട ഒരു ഉറക്കം. That's called seed dormancy. Dormancy എന്ന് പറയുന്നത് ഒരു മെച്ചർ സീഡിനകത്ത് ജലത്തിന്റെ അളവ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. ഒരു സീഡ് മെച്ചറാകുന്ന ഇപ്പൊ വെണ്ടയ്ക്ക, അതൊരു പച്ച വെണ്ടയ്ക്ക വീഴുകയാണെങ്കിൽ അതിനകത്ത് സീഡ് കാണും, പച്ച നിറമായിരിക്കും. എന്ന് ഞെക്കിയാൽ അത് പൊട്ടിപ്പോകും. പക്ഷെ അത് ഉണങ്ങി വെണ്ടയ്ക്ക ഉണങ്ങുമ്പോഴത്തെ സീഡ് എന്താണ്? ഡ്രൈ ആകും അല്ലെ? അപ്പോൾ ഒരു മെച്ചർ സീഡിനകത്ത് ജലാംശം വളരെ കുറവായിരിക്കും അല്ലെ? ഡ്യൂ ടു മെച്യൂരിറ്റി its water content reduces and its metabolic activities decreases, but it has a slow method of respiration. ഒരു ചെറിയ മെത്തേഡ് ഓഫ് റെസ്പിറേഷൻ നടത്തിക്കൊണ്ടിരിക്കും. അതിനാണ് ഈ ഓപ്പണിംഗ്. എന്താണ് ഓപ്പണിംഗ്? മൈക്രോപെല്ല. ഇവിടെ ചെറിയ അളവില് ഓക്സിജൻ അകത്തോട്ട് കടക്കുകയൊക്കെ ചെയ്യും.
റെസ്പിറേഷൻ നടത്തിക്കൊണ്ടിരിക്കും, വളരെ ലോ റേറ്റിലാണ്. ഇൻ ദാറ്റ് കണ്ടീഷൻ ഇറ്റ് stops all its metabolic activity or metabolic activity is very slow. That condition it can enter into a slow metabolic activity called seed dormancy. So what is seed dormancy? A dry seed or mature seed enter into a low rate of metabolic activity or called inactive stage, and this stage is called seed dormancy. ഈ സീഡ് ഡോർമൻസി ഇരിക്കുന്ന ഒരു സീഡിനകത്ത് ജലാംശത്തിന്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ് കണ്ടന്റ് 10 to 15% ആണ്. ഒരു മെച്ചർ സീഡ് ഡ്രൈ ആയിരിക്കുമ്പോൾ അതിനകത്തുള്ള ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 10 to 15% ആയിരിക്കും. ഇൻ ദാറ്റ് കണ്ടീഷൻസ് മെറ്റബോളിക് ആക്ടിവിറ്റി ഇസ് വെരി ലോ ആൻഡ് ദാറ്റ് കണ്ടീഷൻസ് കാൾഡ് സീഡ് ഡോർമൻസി. ഇപ്പൊ മനസ്സിലായിക്കോളും, നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ പാത്രത്തിലിരിക്കുന്ന ചെറുപയർ, കടല എല്ലാം തന്നെ ഇപ്പൊ എന്ത് അവസ്ഥയിലാണ്? സീഡ് ഡോർമൻസിയിലാണ്. നിങ്ങളടുത്ത് മണ്ണിൽ കൊണ്ടു വിളിച്ചോളൂ, അപ്പൊ തന്നെ ഡോർമൻസി ബ്രേക്ക് ചെയ്യും അല്ലെ. വെൻ suitable condition attained, it can germinate. എന്തൊക്കെയാണ് suitable condition? നിങ്ങൾ ആ സീഡ് എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ. In the presence of water and oxygen, its metabolic activities returns or it increases and it began to germinate. മനസ്സിലായില്ലേ? അതാ seed dormancy is a condition of seed in an inactive stage. Under this condition, its metabolic activity is very low and it contains only how many percentage of water? 10 to 15% of water. ഇതൊക്കെ എൻട്രൻസ് ചോദിച്ചേക്കാം. ഡോർമൻസി സീഡിലുള്ള വാട്ടർ കണ്ടന്റ് എത്ര? ബോർഡ് എക്സാമിന് ചോദിച്ചു വാട്ട് ഈസ് സീഡ് ഡോർമൻസി. മനസ്സിലായി? അപ്പൊ അങ്ങനെ ചോദ്യം ബോർഡ് എക്സാമിനും സീഡ് കണ്ടന്റിലാണ് ഇറങ്ങിയിരിക്കുന്നത് വാട്ടർ കണ്ടന്റ് എത്രയാണെന്നുള്ളത് എൻട്രൻസിന് ചോദിച്ചേക്കാം. സീഡ് ഡോർമൻസി അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ്. അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻ ഇറ്റ് ക്യാൻ ജനറേറ്റ്. ഒരു നല്ല കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ജനറേറ്റ്. ഏതാണ്? What are three conditions for the seed germination? Availability of water, oxygen and temperature. നിങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങൾ വിചാരിക്കാം സീഡ് കിളിക്കാൻ വേണ്ട രണ്ട് ഘടകങ്ങളാണ്. നിങ്ങൾ വാട്ടർ കണ്ടീഷൻ ഫോർ സീഡ് ജെർമിനേഷൻ എന്ന് പറയും. വെള്ളം വേണം, ഓക്കെ, സ്വാഭാവികമായിട്ട് ശ്വസിക്കും. ഓക്സിജൻ വേണം, സംഭവിച്ചു. പക്ഷെ നിങ്ങൾ വെള്ളവും ഓക്സിജൻ കിട്ടുന്ന സീഡ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ കിളിക്കുമോ? ഇല്ല. ടെമ്പറേച്ചർ ആവശ്യമാണ് അല്ലെ. സോ 3 factors that is controlling the seed germination are availability of oxygen, water and മൂന്നും ഓർത്തുള്ളത്. ഇനി ആരാണ് സീഡ് ആവുന്നത്? ഓവിൾ ബിക്കം സീഡ് ആൻഡ് ഓവറി ബിക്കം ഫ്രൂട്ട്. ഓക്കെ, ഓവിൾ ബിക്കം സീഡ് ആൻഡ് ഓവറി ബിക്കം ഫ്രൂട്ട്. ഓവിൾ സീഡിനെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. വാട്ട് ഈസ് ദ സീഡ്? സീഡ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. അടുത്ത പോയിന്റ്, സീഡ് കണ്ടെയ്ൻസ് ഹൗ മെനി പാർട്സ്? സീഡ് ആൻഡ് എംബ്രിയോ. വാട്ട് ആർ 2 layers of seed coat? Testa and tegmen. And a seed contains seed coat and embryo, or we can write it like this. At seed dormancy, a mature seed will enter into a stage of inactivity, metabolically inactive stage, where its metabolic activity is very low. That condition is called seed dormancy. അല്ലെ പരീക്ഷയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിരുന്ന ചെറുവ് ഇപ്പോൾ ഏത് അവസരം, that is dead or alive or in any other condition, and define that condition. That is seed dormancy. In this condition, seed metabolic activities are very low, and that condition is called seed dormancy. And what are 3 factors that determine seed germination? Availability of oxygen, temperature and water. Who becomes seed? All become seed. Who become fruit? Ovary become fruit. എങ്ങനെ മനസ്സിലായല്ലോ? ഇത് ovary become seed. ഇത് ovary. It become fruits. അങ്ങനെയാണെങ്കിൽ what become this? Wall of the ovary become fruit wall. Other name of fruit wall is pericarp. Fruit wall is called pericarp. ഇത് പറയാൻ കൃത്യം പറയുന്നത് യോഗ്യം വരും. അതുകൊണ്ടാണ്. So ovary become seed, ovary become fruit, and wall of the ovary become fruit wall. What's other name of fruit wall? Pericarp. അതായത് ഇതുവരെയൊക്കെ വരച്ച് എഴുതിയിട്ട് വെച്ചോളാം. ഇനി അല്ലേ, mature ovary become ovary, mature ovary become seed, and mature ovary become fruit. അല്ലേ, so fruit is a mature ovary. Fruit is a mature ovary. ശരിയല്ലേ? So simple. What is our fruit is a mature ovary? Contains seeds.
ഇനി ഈ ഫ്രൂട്ട് നമ്മൾ രണ്ടാമത്തെ തരത്തിലേക്കാണ്. ഫ്ലഷി ഫ്രൂട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്. ഫ്ലഷി ഫ്രൂട്ടും ഡ്രൈ ഫ്രൂട്ടും, അതായത് മെച്യൂരിറ്റി എത്തുമ്പോൾ ഫ്രൂട്ട് മെച്യൂരിറ്റി എത്തി, അപ്പോൾ അത് ഫ്ലഷി ആയിട്ട് തന്നെ ഇരിക്കുക. ഓറഞ്ച് എടുക്കും, ഓറഞ്ച് അല്ലെങ്കിൽ തക്കാളിക്ക് എടുക്കും, തക്കാളിക്ക് മെച്യൂരിറ്റി എത്തി ചളറാണെന്നല്ലേ ഇല്ലേ. ഇത് ഫ്രൂട്ട് ഈസ് ഫ്ലഷി ആയിട്ട് മെച്യൂരിറ്റി ഈസ് കാട്ട് ഫ്ലഷി ഫ്രൂട്ട്. പക്ഷെ വെണ്ടയ്ക്ക ഉണങ്ങും പാകമാകുമ്പോൾ ഉണങ്ങും, ശരി. മുരിങ്ങയൊക്കെ പാകമാകുമ്പോൾ ഉണങ്ങി പോകും, പയറ് ഉണങ്ങും, അല്ലെ. ഇങ്ങനെ ഉണങ്ങുന്ന ഫ്രൂട്ടുകളാണ് ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ സിമ്പിൾ ആണ്. What is a fleshy fruit? The fruits become fleshy at the maturity is called a fleshy fruit. Example: tomato, then papaya, then guava. എല്ലാം പറയാം നമുക്ക്. തേങ്ങ ഡ്രൈ ഫ്രൂട്ട് ആണ്, തേങ്ങ അവസാനം ഉണങ്ങിയാണ്, ശരി. ബട്ട് ഈ ഫ്രൂട്ട് become dry at maturity is called dry fruit, അല്ലേ. എക്സാമ്പിൾ ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു. ലേഡീസ് ഫിംഗർ, then മോറിംഗ, മുരിങ്ങ എന്നാണ് ഇംഗ്ലീഷിൽ മുരിങ്ങ എന്ന് തന്നെയാണ്. Then പീ, ഇതെല്ലാം തന്നെ എന്താണ് ഡ്രൈ ഫ്രൂട്ട്. ഈ ഡ്രൈ ഫ്രൂട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡ്രൈ ഡെഹിസെന്റ്, ഡ്രൈ ഇൻഡെഹിസെന്റ്. ഡ്രൈ ഡെഹിസെന്റ് എന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട് തന്നെ അത് പൊട്ടിത്തെറിക്കും, പൊട്ടിയിട്ട് അതിന്റെ സീഡ്സ് പുറത്തേക്ക് ആയിപ്പോ. വെണ്ടയ്ക്കൊക്കെ ഉണങ്ങി പൊട്ടും, അല്ലെ. പക്ഷെ തേങ്ങ ഉണങ്ങി പൊട്ടി അതിനകത്ത് തേങ്ങ സീഡ് പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ തേങ്ങ ആരാണ്? It is an indehiscent dry fruit. Where ladies finger is a dry fruit, it is dehiscent dry fruit. ശരിയല്ലേ? ഇത്ര പഠിച്ചോളൂ. പറഞ്ഞു പറയാം. Fruit is a mature ovary. Fruit can be classified into dry fruit and fleshy fruit. Those fruit become fleshy at the maturity is called fleshy fruit. Example: tomato. Those fruit become dry at the maturity is called dry fruit. And if it is break open or split open at the maturity in a dry fruit is called dry dehiscent fruit. And any dry fruit which do not open to liberate the seed is called dry indehiscent fruit. Dry dehiscent fruit example ladies finger, and indehiscent fruit example coconut. True fruit or false fruit. True fruit or false fruit. If fruit developed from ovary is called true fruit. നമുക്കറിയാം ഓവറിയാണ് ഫ്രൂട്ടായ ഭാഗം സംഭവിച്ചത്. ഫ്രൂട്ട് ഫ്രം ഓവറി ഈസ് കാൾഡ് ട്രൂ ഫ്രൂട്ട്. ഓവറിൽ നിന്നല്ലേ എത്ര ഫ്രൂട്ട് ഉണ്ടാകുന്നത്. Then some plants fruit may develop from any other part other than ovary is called false fruit. അല്ലേ, fruit from other parts other than ovary. ഓവറി അല്ലാതെ ഏതെങ്കിലും ഭാഗം കൂടെ ഫ്രൂട്ടിന്റെ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ദിസ് കാൾസ് ഫാൾസ് ഫ്രൂട്ട്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ട് പടങ്ങൾ വരയ്ക്കാം. ഒന്ന് മാവിന്റെ പൂവാണ്, ഇത് മാവ് മാംഗോ, ഇത് കാഷ്യൂ, ഇത് മാംഗോ, മറ്റേത് കാഷ്യൂ. ഇത് ഫെർട്ടിലൈസേഷൻ എല്ലാം കഴിഞ്ഞാൽ ഈ ഭാഗം നേരെ എന്തായി മാറും? മാങ്ങ. അപ്പൊ ഇതെന്ത് ഫ്രൂട്ടാണ്? ഈ ഭാഗമാണ് ശരിക്കും മാങ്ങയാണ്. എന്ത് ഫ്രൂട്ടാണ്? ഇറ്റ്സ് എ ട്രൂ ഫ്രൂട്ട്. Since ovary become the fruit, we can say it is a true fruit. പക്ഷെ ഇവിടെ ഈ കാഷ്യൂനകത്ത് ഈ ഭാഗം ഉണ്ടാകുമ്പോ ആക്ച്വലി ഈ സാധനം ഉണ്ടാകുന്നത് ഇതിൽ നിന്നുണ്ടാകുന്നത് ഈ ഭാഗം മാത്രമാണ്. അതിന്റെ നട്ടെന്ന് പറയത്തില്ല, ആ ഭാഗമാണ്. അപ്പൊ പിന്നെ ഇതെന്താണ്? കാഷ്യൂനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഭാഗം കാണുന്നില്ലേ? അത് എന്താ സംഭവം അറിയാം? ഈ ഓവറിൽ ഇതാ ഉണ്ടായിരുന്നു. പിന്നെ എന്താ? ഈ തലാമസ് ഉണ്ടല്ലേ, തലാമസ്, ആ തലാമസ് ആണ് പറഞ്ഞ് ഇങ്ങനെയായി മാറി. തലാമസ് അറിയാലോ, തലാമസ് സ്റ്റോക്ക് ഇൻ വിച്ച് ഓവറി, ആൻഡീഷ്യം, കാലിസ്, കൊറോള എക്സെട്ര അറ്റാച്ച്ഡ്. പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തലാമസ് ആൾസോ ടേക്ക് പാർട്ട് ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട്സ്. ഇതിന് ഫ്രൂട്ടാണ്. അപ്പൊ കാഷ്യൂവിന്റെ അകത്ത് ഓവറിൽ നിന്നുണ്ടാകുന്ന നട്ടാണ്.
ഇത് തലാമസിൽ ഡെവലപ്മെന്റ് അല്ലേ? അപ്പൊ ഇത് കണ്ട ഫ്രൂട്ട് അല്ലേ? Is called parts fruit. Now, what is a parts fruit? If fruit developed from ovary is called true fruit. If any other part other than ovary, like thalamus, etc., are taking part in the development of a fruit, is called parts fruit. So, passionate and the fruit ആണ് parts fruit ആണ്. So, ഇതേപോലെയാണ് ശരിക്കും fruit development. ഇതേപോലെ വേറെ ഫ്രൂട്ട്സ് ഉണ്ട്. parts fruit എക്സാമ്പിൾ വേറെ ഉണ്ട്. ഒന്ന് ആപ്പിൾ, സ്ട്രോബെറി, എല്ലാം തന്നെ parts fruit ആണ്. So, what is a true fruit? What is a parts fruit? True fruit is a fruit that develops from ovary. Example, mango. Then what is a parts fruit? If any other part other than ovary, like thalamus, take part in the development of ovary, is called development of fruit. It is called parts fruit. Example, cashew nut, apple and strawberry. Then give another examples of parts fruit, apple and strawberry. നിങ്ങൾക്ക് ആപ്പിൾ സ്ട്രോബെറി ഒക്കെ പാർട്സ് ഫ്രൂട്ട് ആണ്. അതെങ്ങനെ മനസ്സിലാക്കാം? അതെങ്ങനെയാണ്? ആപ്പിളിന്റെ പൂവാന്ന് വെച്ചാൽ ആപ്പിളിന്റെ ആപ്പിളിന്റെ പൂവില് ഞാൻ ആപ്പിൾ നിങ്ങൾ മുറിച്ച് നോക്കിയിട്ടുണ്ട്. ആപ്പിളിനെ കുറിച്ച് ഇങ്ങനെ കാണാം. ആക്ച്വലി ഈ ആപ്പിളിന്റെ ഓവറിയിൽ നിന്നും ഈ ഭാഗം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതെന്താണ് ഇത്ര ഭാഗം ഉണ്ടായതിനു ശേഷം ഇതിന്റെ തലാമസിനെ വളർന്നിങ്ങനെ ഇറങ്ങിനെ കവർ ചെയ്ത് ആപ്പിളിന്റെ ഫ്ലവറിൽ നിന്നും ഈ ഭാഗം മാത്രമേ ഉണ്ടാകൂ. ആക്ച്വലി ആദ്യം ഇത് മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെ സാധനമാണ് ആപ്പിൾ ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ തലാമസ് വളർന്നിറങ്ങി ഇങ്ങനെ കവർ ചെയ്യും. ഇങ്ങനെയാണ്. അപ്പൊ ഇതെന്താണ്? ഇത് ഫ്ലഷി തലാമസ് ആണ്. This is fleshy thalamus. Okay. അപ്പൊ ഇത് ആപ്പിൾ ഒരു പാർട്സ് ഫ്രൂട്ട് അല്ലേ? ഓക്കെ. അപ്പൊ ആപ്പിളിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചു പറഞ്ഞാൽ ഓവറി ബിക്കം ദ ഫ്രൂട്ട് ആക്ച്വലി ഉണ്ട്. It is covered with the thalamus. Thalamus grows around the fruit actually. അല്ലെങ്കിൽ thalamus grow covering the part developed from the ovary and hence it is a parts fruit. ഇവിടെ തലാമസും ഫ്രൂട്ട് ഡെവലപ്മെന്റ് പങ്കെടുത്തിട്ടുണ്ട്. ശരി. സ്ട്രോബെറി എടുക്കാം. അപ്പൊ ഇത് ഈ ആപ്പിൾ കുറിയെ കുറിച്ചൊരു പടമുണ്ട്. അത് ഞാൻ ചില പുസ്തകത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഇൻസൈഡ് ഇട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കാണുന്നത്. ഇനി ഈ മാങ്ങ കുറുകെ മുറിച്ച ആ ഒരു പടം നമുക്ക് പഠിക്കാനില്ല എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കണം. നോക്കൂ, മാങ്ങ കുറുകെ മുറിച്ചു. അതെന്റെ സീഡാണ്. നിങ്ങൾ പടം വരച്ച് പഠിച്ചോ. ഇതിന്റെ ഏറ്റവും പുറമെയുള്ള ഈ ലെയറിനെ ഞാൻ എപ്പികാർപ്പ് എന്നാണ് പറയുന്നത്. എപ്പികാർപ്പ്. ഇതിന്റെ ഭാഗം is called mesocarp. എപ്പികാർപ്പ്, മീസോകാർപ്പ്. ഇതിന്റെ നട്ടിനോട് ചേർന്നൊരു ഭാഗമാണ് is called endocarp. ഇത് മൂന്നിനോട് ചേർത്ത് വിളിക്കുന്ന പേര് പെരികാർപ്പ് എന്നാണ്. So what is the name of fruit wall? Fruit wall is also called as pericarp. Fruit wall ലെയറിന്റെ പേരെന്താ? ഫ്രൂട്ട് വാളിന്റെ മൊത്തം പേരെന്താണ്? is called pericarp. പെരികാർപ്പിന്റെ മൂന്ന് ലെയർ ആണ് എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ചോദിക്കും വാട്ട് ഈസ് എവറി പാർട്ട് ഓഫ് മാംഗോ? ഇറ്റ് ഈസ് മീസോകാർപ്പ്. ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് ഇവിടെയും കാണുന്നതല്ലേ? ഇത് തലാമസ് ആണ്, ഫ്ലഷി തലാമസ് ആണ്. ഇവിടെ എപ്പികാർപ്പ്, എൻഡോകാർപ്പ്, മീസോകാർപ്പ് ഉള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എപ്പികാർപ്പ്. ഇത് പുസ്തകത്തിലെ ഇതാണ് മീസോകാർപ്പ്. ഈ സീഡിനെ പൊതിയുന്ന ഒരു കവറാണ് സ്റ്റാർട്ട് എൻഡോകാർപ്പ്. So this is called a pericarp. So fleshy thalamus, this is epicarp, this is mesocarp, this is endocarp. So actually this is a fruit. Part ഇതാണ് ഏതാ ഫ്രൂട്ട്. ഇതെല്ലാം തന്നെ എന്താണ്? പാർട്സ് ഫ്രൂട്ടിന്റെ പാർട്ടായി തലാമസിനുണ്ടായിട്ടുള്ള പാർട്ടുകളാണ്. This is called epicarp, endocarp and mesocarp. So ഇത് എങ്ങനെ കൊടുത്തിട്ടുണ്ട്? Then this is seed. This is it. So what is this? This is a cross section apple and this is a longitudinal section apple. Both apples are both this section and this section revealing the structure of apple and this is a parts of it. ശരി. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു.
ഇത് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത് ചോദിക്കുന്ന എഡിബിൾ പാർട്ട് ഓഫ് മാംഗോ എന്താണെന്ന് പറയും. വാട്ട് ഇസ് എഡിബിൾ പാർട്ട് ഓഫ് മാംഗോ? ദിസ് ഇസ് പീസ് ഓഫ് കാർബ്. അത് അങ്ങനെ പഠിച്ചോ. സ്ട്രോബെറി ഒരു പാർട്സ് കൂട്ടാൻ സ്ട്രോബെറിയുടെ തിന്നിട്ടുണ്ടായിരിക്കും. സ്ട്രോബെറി കീറുവാണെങ്കിൽ നടക്കാട്ട് ഇങ്ങനെ പാകം. ആക്ച്വലി ഇതാണ് അതിന്റെ തലാമസ്. തലാമസ് ഡെവലപ്പ് ചെയ്തതായിട്ട് വന്നു. ഈ ഭാഗമാണ് ശരിക്കും ഓവറിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതാണ് പുസ്തകത്തിൽ കൊടുത്ത പടം ആയിട്ട് കാണിക്കാം. ഓക്കെ, തലാമസ് ഇതിനെ ഫ്രൂട്ടിനെ അക്കീൻ എന്നാണ് പറയുന്നത്. അക്കീൻ അക്കീൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അക്കീൻ